ഇപ്പോൾ നമുക്ക് ഇതുവരെയുള്ള തെരച്ചിലിൻ്റെ പുരോഗതി അനുസരിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുവരെ ഇനിയിപ്പം ഇവിടെ കാണാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മീൻമുട്ടി അങ്ങോട്ട് തരഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കണ്ടമാനം കിട്ടാനുണ്ട്. അങ്ങോട്ട് സാങ്കേതിക എന്താ വണ്ടികൾ കാര്യങ്ങളൊന്നും പോകില്ല. ഹെലികോപ്റ്റർ മുഖാന്തരമാണ് ബാക്കി ചെയ്യാനുള്ളത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ കൈക്കോട്ടും ചെറിയ സാമഗ്രികൾ മാത്രം തിരഞ്ഞാൽ ഒന്നും എവിടെ എത്തൂല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സാമഗ്രികളായിട്ട് അവിടെ നല്ല ടെൻറ്റ് ചെയ്ത് അവിടെ ഇഷ്ടംപോലെ ഞങ്ങൾ മെനഞ്ഞാന്ന് അവിടെ നിന്ന് ഒരു കാലും ഒരു തലവട്ടിയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിരുന്നു. ഇനി ഞങ്ങൾ ഇന്ന് 30 പേര് അങ്ങോട്ട് യാത്രയായിട്ടുണ്ട്. അവർക്ക് ഇനി എന്താ കിട്ടിയല്ല റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈ മണ്ണുമാന്തിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ടാച്ചി ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഇല്ല, ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ താഴെ മുണ്ടക്കൈ മേഖലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്മെല്ലിലോടത്തൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടുണ്ട്. ഇതുവരെ ഇതൊരു റിസൾട്ട് ആയിട്ടില്ല. കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷയുണ്ട്. പള്ളീൻ്റെ ഭാഗമായിട്ട് സ്കൂളിൻ്റെ ഭാഗമായിട്ട് ചെറിയ തെരച്ചിൽ നടത്തിയുണ്ട്. ചെറിയ പീസുകൾ എന്തെങ്കിലും ആണെങ്കിൽ ഇനി ഫുൾ ബോഡി കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തെങ്കിലും അതിൻ്റെ ഒരു കിട്ടുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയാം. നമുക്ക് ഓരോ പ്രതിസന്ധികൾ ഉണ്ടല്ലേ ഈ തെരച്ചിലുമായി? ഉണ്ട്. ഇനിയും നമുക്ക് കണ്ടു കിട്ടാനുണ്ട്, ഒരുപാടുണ്ട് കാണാതെ. നമ്മളെ മോളെ ക്ലാസ് പഠിക്കുന്ന കുട്ടി പ്രതിഭ പറഞ്ഞ കുട്ടീൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. പല ഇതിലും ഞങ്ങൾ അവിടെ ഇവിടെ എല്ലായിടത്തും പോയി അന്വേഷിച്ചു. ഏത് മേഖലയിലെ സ്ഥലം? തോമാട്ടുചാൽ എന്ന് പറയും. ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറം. മോളെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവർ ഇവിടെ 4 പേരുണ്ടായിരുന്നത്. അവർ ബാക്കിയില്ല, ഒരു ജ്യേഷ്ഠൻ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മേൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. മോളെ ബോഡി അവള് ഒരു 20 വയസ്സ് ആയി ഉണ്ടാവും. മോളെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, മീനങ്ങാടി സെൻറ്റ് മേരീസ്. അത്തരത്തിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനെ മറികടന്നുകൊണ്ടൊക്കെയാണ് ഈ